പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NIS +2 ഹ്യൂമാനിറ്റീസിൻ്റെ സോഷ്യോളജിയുടെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. 17ാമത്തെ ചാപ്റ്ററാണ്, ചെറിയൊരു ചാപ്റ്ററാണ്. ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആണ്. സാമൂഹിക മാറ്റത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വരെ ഓൾറെഡി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ പുതിയ സിലബസ് അനുസരിച്ചിട്ടാണ് ക്ലാസ്സുകൾ ഫോളോ ചെയ്യേണ്ടത്. അവരുടെ മൊത്തം സിലബസിൻ്റെ 60% മാത്രം അവർക്ക് പഠിച്ചാൽ മതി. ബാക്കിയുള്ള 40% പബ്ലിക് എക്സാമിന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഓൾറെഡി 2023 വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവർ പഴയ സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. നമുക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. ആൻസർ നിങ്ങൾക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എഴുതാം. ഇന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത് 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ വിവിധ ക്വസ്റ്റ്യൻസ് ആണ്. ആകെ 3 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ അവതരിപ്പിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിഫൈൻ സോഷ്യൽ ചേഞ്ചസ്. സാമൂഹിക മാറ്റം എന്താണ് എന്നുള്ളത് നോക്കാം. സാമൂഹിക പരിവർത്തനം അല്ലെങ്കിൽ സാമൂഹിക മാറ്റം എന്ന് പറയുന്ന ഒരു സാർവത്രിക പ്രതിഭാസമായിട്ടാണ് വരുന്നത്. സമൂഹത്തിലെ ഘടനയിലും പ്രവർത്തന രീതികളിലും ഉണ്ടാകുന്ന മാറ്റത്തെയാണ് സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദി ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ചസ് ആണ്. സാമൂഹിക മാറ്റത്തിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ജൈവിക ഘടകങ്ങളുണ്ട്, സാംസ്കാരിക ഘടകമുണ്ട്, സാങ്കേതികമുണ്ട്, ഭൂമിശാസ്ത്രമുണ്ട്, ഭൗതികമുണ്ട്, രാഷ്ട്രീയമുണ്ട്. ഫസ്റ്റ് തന്നെ സാമൂഹിക മാറ്റത്തിന്റെ ഒന്നാമത്തെ ഘടകം ജൈവിക ഘടകമാണ്. ജൈവിക ഘടകം വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. മനുഷ്യൻ, സസ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ എന്നിവ അതിൽ ഉൾപ്പെടുന്നു. ഒരു സമൂഹത്തിലെ ആവാസ വ്യവസ്ഥ സാമൂഹിക മാറ്റത്തിന് കാരണം. മനുഷ്യന്റെ മൗലികപരമായ ആവശ്യങ്ങളായ ഭക്ഷണമായിക്കോട്ടെ, വസ്ത്രം, പാർപ്പിടം എന്നിവയ്ക്ക് വേണ്ടി മനുഷ്യൻ എന്നും സസ്യങ്ങളെയും മൃഗങ്ങളെയും ഉപയോഗപ്പെടുത്തി വന്നിട്ടുണ്ട്. വിളകൾ ജനസംഖ്യയും മനുഷ്യ സമൂഹത്തിന്റെ ഘടനയും ജനനനിരക്കിനെയും മരണനിരക്കിനെയും എല്ലാം സ്വാധീനിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഘടകമാണ് സാംസ്കാരിക ഘടകങ്ങൾ എന്ന് പറയുന്നത്. സാമൂഹ്യ മാറ്റത്തിന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് സാംസ്കാരിക ഘടകം. സംസ്കാരം എന്നത് മനുഷ്യനിർമ്മിതമായ പരിസ്ഥിതിയാണ്. അത് സാമൂഹ്യ ജീവിതത്തിന്റെ ഉൽപ്പന്നമാണ്. നമ്മുടെ മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, ആശയങ്ങൾ, ധർമ്മങ്ങൾ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ എന്നിവ ഉൾപ്പെട്ടാണ് സാംസ്കാരിക ഘടകങ്ങൾ. ആശയങ്ങളും ആദർശങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും തത്വശാസ്ത്രങ്ങളും എല്ലാം മാറ്റത്തിന് വിധേയമാണ്. കാലഗതിക്കൊത്ത് അവ മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റം സാമൂഹിക ക്രമത്തിന് മാറ്റം വരുത്തുന്നുണ്ട്. അറിവ്, വിശ്വാസം, കല, ധാർമ്മികത, നിയമം, ആചാരം, സമൂഹത്തിലെ ഒരംഗം എന്ന നിലയിൽ മനുഷ്യൻ ആർജിക്കുന്ന മറ്റ് കഴിവുകൾ, ശീലങ്ങൾ എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നുണ്ട്. എന്നിവയെല്ലാം ഉൾപ്പെട്ട സങ്കീർണപരമായ ഏകമാണ് സംസ്കാരം. മനുഷ്യൻ തൻ്റെ വ്യക്തിപരവും സാമ്യപരമായ ജീവിതത്തിൻ്റെ മാനസികവും ഭൗതികവുമായ മണ്ഡലങ്ങൾ ആർജിക്കുന്നതാണ് സംസ്കാരം. പിന്നെ വരുന്ന സാങ്കേതിക ഘടകം. സാമൂഹ്യ മാറ്റത്തിൻ്റെ സാങ്കേതികപരമായ ഘടകങ്ങൾ വളരെ പ്രധാനമാണ്. ആധുനിക സമൂഹത്തിലായത് അതിൻ്റെ പ്രാമുഖ്യം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും ജീവിതം കൂടുതൽ സുഖകരമാക്കുന്നതിനും പുതിയ സാങ്കേതിക വിദ്യകൾ സായവത്രമാക്കിയിരിക്കുന്നു. ഇതിൻ്റെ ഫലം നാഗരിക സംസ്കാരത്തിൻ്റെ തുടക്കം മുതൽ കാണാവുന്നതാണ്. നാഗരികതയുടെ ഒരു ഉൽപ്പന്നമാണ് സാങ്കേതികവിദ്യ. ഭക്ഷണ സമ്പാദനത്തിനായി മനുഷ്യൻ ആദ്യം കല്ലുകൾ ഉപയോഗിക്കുന്നു. ആ കാലഘട്ടം മുതൽ വ്യവസായവൽക്കരണത്തിനു ശേഷമുള്ള ഇന്നത്തെ കാലഘട്ടം വരെ കല്ലെന്ന ഉപകരണത്തിൽ നിന്ന് നിരവധി മാറ്റങ്ങൾ വിധേയമായ സാങ്കേതിക വിദ്യകളുടെ നവീന രൂപങ്ങളാണ് മനുഷ്യൻ തൻ്റെ വളർച്ചയ്ക്ക് ഉപയുക്തമാകുന്നത്. ജീവിത പ്രശ്നങ്ങളെ ശാസ്ത്രപരമായ അറിവുകൾ ഉപയോഗിച്ച് പരിഹരിക്കുമ്പോൾ അത് സാങ്കേതിക വിദ്യയായി മാറുന്നു. പിന്നെ വരുന്ന ഭൂമിശാസ്ത്രം ഭൗതികപരമായ ഘടകങ്ങളാണ്. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ എന്നതിൽ ഭൂതലം, കാലാവസ്ഥ, മഴ, പുഴ, സസ്യജാലം, വനം, മൃഗങ്ങൾ, ധാതുക്കൾ തുടങ്ങിയെല്ലാം പെടും. മനുഷ്യ സമൂഹത്തിൽ ഇവ അഗാധമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഉദാഹരണം വളർച്ച, വെള്ളപ്പൊക്കം, ഭൂമി കുലുക്കം, മലിനീകരണം എന്നിവ പെട്ടെന്നുള്ള സാമൂഹ്യ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. മാറ്റത്തിൻ്റെ വേഗത കൂട്ടുന്നു. ഭൗതിക പരിസ്ഥിതികൾ സാമൂഹ്യ അവസ്ഥകളെ രൂപപ്പെടുന്നു. ഭൗതികപരമായ അധിവാസങ്ങളും സംസ്കാര വളർച്ചയും പരസ്പരം ബന്ധപ്പെട്ടാണ്. അതേപോലെ തന്നെ രാഷ്ട്രീയ ഘടകം.
രാഷ്ട്രീയപരമായ കാര്യങ്ങൾ സാമൂഹ്യ മാറ്റത്തിന് കാരണമാണ്. ബ്രിട്ടീഷ് ഭരണം, ദേശീയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യം എന്നിവയാണ് ഇന്ത്യൻ സമൂഹത്തിലെ സാമൂഹ്യ മാറ്റത്തിലേക്ക് നയിച്ച പ്രധാന രാഷ്ട്രീയ സംഭവങ്ങൾ. മജുംദാറിന്റെ അഭിപ്രായത്തിൽ സാമൂഹ്യ മാറ്റം എന്നാൽ സമൂഹത്തിന്റെ നടത്തിപ്പിൽ പുതിയ രീതിയും ആശയങ്ങളും കൊണ്ടുവരുന്ന രീതിയാണ്. ലാസ്റ്റ് ചോദ്യമാണ് എക്സ്പ്ലെയിൻ എക്കണോമിക് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ചസ് ആണ്. സാമ്പത്തിക ഘടകങ്ങൾ സാമൂഹ്യ മാറ്റത്തിന് കാരണമായെന്ന് വിവരിക്കുകയാണ്. സാമ്പത്തിക ഘടകങ്ങളുടെ സ്വാധീനം മനസ്സിലാക്കാൻ താഴെ പറയുന്നത് പരിഗണിക്കണം. 1. മാർക്സിയം വ്യൂ. 2. ഇമ്പാക്ട് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഗ്രീൻ റവല്യൂഷൻ. മാർക്സിയം വ്യൂ എന്ന് പറയുന്നത് കാറൽ മാർക്സ് ആണ് സാമ്പത്തിക സിദ്ധാന്തത്തിന്റെ സാമൂഹ്യ മാറ്റത്തെ കുറിച്ച് പഠനം നടത്തിയത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സാമൂഹിക മാറ്റം എന്നത് സാമ്പത്തിക ഘടകങ്ങളുടെ ഒരു ഫലമാണ്. ഉൽപാദനം സമൂഹത്തിന്റെ സാമൂഹ്യ, സാംസ്കാരികവും മതപരമായ രാഷ്ട്രീയ ഘടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2. വ്യവസായവൽക്കരണത്തിന്റെ സ്വാധീനമാണ്. വ്യവസായ വിപ്ലവം 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. ഇതിന് പിന്നീട് ലോകം വ്യാപിച്ചു. പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് കുടിൽ വ്യവസായങ്ങൾ ഫാക്ടറിയിലേക്ക് മാറി, ഉൽപാദന പ്രക്രിയയുടെ പ്രധാന ഘടകങ്ങൾ മൂലധനമായി മാറി, കാർഷിക ജോലിയിൽ നിന്ന് വ്യവസായ അധിഷ്ഠിത തൊഴിലിലേക്ക് മാറി, എല്ലാ ജനങ്ങളും വ്യവസായ അധിഷ്ഠിതമായ ജോലിയിലേക്ക് മാറി, സ്ത്രീകൾ ഗാർഹിക ജോലി ഉപേക്ഷിച്ച് വ്യവസായശാലകളുടെ ജോലി സ്വീകരിച്ചു, ജാതി, മതം ഇവ മൂലമുള്ള വ്യത്യാസങ്ങൾക്ക് മാറ്റം സംഭവിച്ചു, നഗരവൽക്കരണം നടന്നു, ഗതാഗതം, ആശയവിനിമയത്തിൽ പുരോഗതി ഉണ്ടായി. പിന്നെ വരുന്നതാണ് ഗ്രീൻ റവല്യൂഷൻ. കാർഷിക രംഗത്തുള്ള പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. 1960-ലാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത്. ഇത് കാർഷിക രംഗത്ത് ഒരുപാട് നവീന രീതിയിലുള്ള വിത്തുകൾ, കാർഷിക ഉപകരണങ്ങൾ, മെത്തേഡുകളെല്ലാം ഇതിലൂടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇതിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. NSC SSLC +2 അഡ്മിഷന് വേണ്ടി നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്റ്റ് നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.